ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. എനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ദിവസം സൺഡേ കേട്ടോ. വേറെ കൊണ്ടല്ല, അടുക്കളയിലെ പണിയൊന്നും തീരത്തില്ല, അതുകൊണ്ടാട്ടോ. അങ്ങനെ രാവിലെ ഓടിപ്പടച്ചെണീറ്റ് പള്ളിയിൽ പോയി. പള്ളിയിൽ ചെന്ന് നിൽക്കുമ്പോഴും വീട്ടിലെ പണിയായിരുന്നു മനസ്സിൽ കേട്ടോ. അങ്ങനെ പള്ളിയിൽ നിന്ന് കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങി നേരെ വരുന്ന സമയത്ത് ദേൻ്റെ കടയിൽ നല്ല അടിപൊളി പച്ചമീൻ. മീനാണെങ്കിൽ മത്തിയും, അതിൽ നിന്ന് ഒരു മത്തി, നല്ല മത്തി കണ്ടിട്ടാണ് വണ്ടി നിർത്തിയത്. പക്ഷേ 1/4 കിലോ മത്തിയും മേടിച്ചു, 1/2 കിലോ ചെമ്മീനും മേടിച്ചു, പച്ചസ്രാവും മേടിച്ചു. ഇതെല്ലാം വാങ്ങിച്ച് വീട്ടിലോട്ട് നേരെ പോകുന്നു കേട്ടോ. വീട്ടിലെത്തിയിട്ട് കൂട് തുറന്ന് നോക്കും, നല്ല അടിപൊളി മത്തി 1/4 കിലോ മേടിച്ച് ഓർത്തിട്ട് സങ്കടമായി. കുറച്ചുകൂടെ കൂടുതൽ മേടിക്കാമെന്ന് ഓർത്തു. പിന്നെ ഞാൻ വിചാരിച്ചു മീൻകടയും മത്തിയും മീൻകാരൻ ചേട്ടനും ഒക്കെ അവിടെ തന്നെ ഉണ്ടല്ലോ, വേറെ എവിടെയും പോകില്ലല്ലോ. അങ്ങനെ വിചാരിച്ച് സ്വയം സമാധാനിച്ച് പിന്നെ അടുത്ത പണിയിലോട്ട് കിടന്നു കേട്ടോ. ഞാനങ്ങനെ തിരക്കിയിട്ട് മത്തി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ദേൻ്റെ നാട്ടിലുള്ള പൂച്ച മൊത്തം വന്നു. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇത്രയും സ്മെല്ല് വരുന്നത് എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ മണം പിടിക്കാനുള്ള കഴിവ് എത്ര ദൂരെ നിന്നൊക്കെ വന്ന്. ഞാൻ പെരയ്ക്കകത്തുനിന്നാണ് മീൻ വെട്ടുന്നത്. അങ്ങനെ പുറത്ത് വന്ന് ഇതെല്ലാം കൂടെ കരയുന്നത് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ആ സമയം കരച്ചിൽ കേട്ടിട്ട് ദേൻ്റെ എൻ്റെ കുഞ്ഞു ഇത് ഓടിപ്പടച്ചെത്തി. അമ്മയെ മീൻ കൊടുക്കുന്നത്. ഞാനാണ് ആമന്തം മത്തി കുറച്ചുള്ള സങ്കടത്തിൽ നിൽക്കുക. അന്നേരം മീൻ കൊടുക്കണമെന്ന് പറഞ്ഞ് അവൻ കച്ചറ. പിന്നെ ഞാൻ അവനോട് പറഞ്ഞു, പൂച്ചയ്ക്ക് മത്തി തിന്നാൻ പറ്റത്തില്ല, മത്തിയുടെ തലയൊക്കെ പൂച്ചയ്ക്ക് തിന്നാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവനെ ഒരു ഇത് ആശ്വസിപ്പിച്ചു. അതൊക്കെ ചാറ് വിശ്വസിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ മത്തിയുടെ തലയും പിന്നെ വേസ്റ്റും എല്ലാം കൂടെ എടുത്ത് പൂച്ചയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. പൂച്ച അത് പൂച്ച തിന്നുന്ന കണ്ടപ്പോൾ എൻ്റെ കുഞ്ഞിനൊരു സന്തോഷം. അവനും എൻ്റെ അടുത്ത് നിന്നിട്ട് അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാക്കി ചെമ്മീനെല്ലാം ഞാൻ വൃത്തിയാക്കി കേട്ടോ. ചെമ്മീനാണെങ്കിൽ നല്ല ഫ്രഷ് ആയിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഷെല്ല് മാറ്റിയിട്ട് തല ഇങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ വേസ്റ്റ് അങ്ങ് ഊരി പോരുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ വീണ്ടും കത്തിയെടുത്തിട്ട് എല്ലാത്തിൻ്റെ മുതുക് ഒന്നുകൂടെ വരഞ്ഞ് നോക്കി കേട്ടോ. അതിൻ്റെ ഉള്ളിലെങ്ങാനും ഇരിപ്പുണ്ടെങ്കിലേ ഒന്നത് വയറിളക്കവും ഛർദിയും ഒക്കെ പിടിക്കും ഈ സാധനം ഉണ്ടെങ്കിൽ. പിന്നെ അത് തന്നെയല്ല, അതിൻ്റെ വേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതെല്ലാം മാറ്റി വൃത്തിയാക്കി കഴുകി കേട്ടോ. എന്നിട്ട് ഇനിയിപ്പം മീൻ മാഗ്നറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. കാന്താരി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, അതേപോലെ തന്നെ കുറച്ച് കുരുമുളകും എടുത്ത് അയച്ച. കാന്താരി തന്നെ മൊത്തം എടുക്കുന്ന സമയത്ത് ഭയങ്കര എരിവായിരിക്കും. അതുകൊണ്ട് ഇതെല്ലാം കൂടെ എടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സിയിലിട്ട് അരച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ചെടുത്തു. പിന്നെ ഒരു നിറം കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി പൊടിയും കൂടെ എടുത്തു കേട്ടോ. ഇതെല്ലാം കൂടെ മത്തിക്ക് നന്നായിട്ട് പുരട്ടി വെച്ചു. പിന്നെ 4 മത്തിയിൽ നിന്ന് ഇത്തിരി പിന്നെ മീനിൻ്റെ മുട്ട കിട്ടിയായിരുന്നു. ആ മുട്ടയും കൂടെ ഒന്ന് മാഗ്നറ്റ് ചെയ്ത് വെച്ചു. ബാക്കി ഉണ്ടായിരുന്നത് അരപ്പെല്ലാം കൂടെ പിന്നെ നമ്മുടെ ചെമ്മീനകത്തോട്ടിട്ടു. അതേപോലെ തന്നെ അതിനകത്ത് കുറച്ച് കാശ്മീരി പൊടിയും കൂടി ഇട്ടു കേട്ടോ. അല്ലെങ്കിൽ പിള്ളേർക്ക് തിന്നാൻ പറ്റില്ലെന്ന് എനിക്കൊരു പേടി, രണ്ടിനും എരിവായി കഴിഞ്ഞാലേ. അങ്ങനെ അതെല്ലാം കൂടെ മാഗ്നറ്റ് ചെയ്ത് ഫ്രിഡ്ജ് വെച്ചു. ഈ സമയമായപ്പോഴത്തേനും എൻ്റെ ദൈവം എൻ്റെ വയറ്റിൽ നിന്ന് ഉള്ള വിശപ്പിൻ്റെ സൗണ്ട് കാരണം എനിക്ക് തന്നെ പണിയെടുക്കാൻ മേലെന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു 1/2 കിലോ അടപ്രഥമൻ മേടിച്ചിരുന്നു. ആ അടപ്രഥമൻ അവിടെ ഇരുന്ന് കുടിക്കുന്ന ഭാഗമാണ് കേട്ടോ. തിരക്കിട്ട് ഒരു ഗ്ലാസ് കൂട്ടി വേഗം കുടിച്ചു. അത് കുടിച്ച് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കുടിച്ചു. അപ്പോൾ എൻ്റെ വയറിൻ്റെ കാര്യത്തിൽ ഏകദേശമൊക്കെ ഒരു സമാധാനമായി. പിന്നെ അതേപോലെ പാലടുപ്പത്ത് വെച്ച് ചൂടാക്കി എണ്ണയൊഴിച്ചു, കരിയാപ്പില ഇട്ടു, എന്നിട്ട് മത്തി എടുത്ത് വെച്ചിട്ടോ. ഏതോ ഒരു വീഡിയോയിൽ ഒരു ചേച്ചി പറയുന്നത് മത്തി ഇടുമ്പം ചീച്ചി എന്നുള്ള സൗണ്ടൊക്കെ ഭയങ്കര രസമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മത്തിയൊക്കെ ഇട്ട് വറുത്തെടുത്തു. പിന്നെ അതിൻ്റെ പുറകെ തന്നെ ആ എണ്ണയിൽ തന്നെ ഞാൻ ചെമ്മീനും ഇട്ട് പൊരിച്ചെടുത്തു. അങ്ങനെ എങ്ങനെ ആയാലും 1:30 ആയപ്പോഴത്തേനും ചോറും കറിയെല്ലാം റെഡി. വേറെ കറിയൊന്നും വെച്ചില്ല കേട്ടോ. മത്തി ഫ്രൈയും ചെമ്മീൻ ഫ്രൈയും കൂട്ടി അടിപൊളി ഒരു സൺഡേ ആയിട്ട് ചോറുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. ടാറ്റാ.